Hello guys, welcome back to another video. Guys, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ആഡ് ഡിസൈനിങ്ങിന് വേണ്ടിയുള്ള ഒരു PC ആണ്. ആഡ് ഡിസൈനിങ്ങിന് ഉപരി കോണ്ടന്റ് ക്രിയേഷനും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ PC ആണ്. അപ്പോൾ ഈ ഒരു PCയുടെ സ്പെക്ക് എന്താണെന്നും ഡീറ്റെയിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഇതിപ്പോൾ പറയുന്ന പല PC ബിൽഡ് വീഡിയോസും ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റോറീസ് ഇടാറുണ്ട്. സ്റ്റോറീസും പിന്നെ പല പോസ്റ്റുകളും നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിൻ്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഈ സ്റ്റോറിൻ്റെ ലുക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് റിവ്യൂ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു. ഈ PCയിലെ സ്പെക്ക് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽഡ് ഉള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആവി ആൻഡ് യു ആർ വാച്ചിങ് ഗിഗ് ബോസ് TV. പ്രൊസസ്സറായിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് Ryzen 7 5800X ആണ്. ഒരു ഡീസെന്റ് ഇനഫ് 20,000+ ഡാക്സിന് കിട്ടുന്ന ഒരു പ്രൊസസ്സറാണ് 5800X. രണ്ടാമത്തേത് നമ്മുടെ മദർ ബോർഡാണ്. മദർ ബോർഡ് ചോയ്സിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവശ്യം ഇല്ല. നിങ്ങൾക്കറിയാം, ഒരു B550യുടെ ഒരു ഡീസെന്റ് ബോർഡ് നിങ്ങൾക്ക് ഇതിൽ പ്രിഫർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ ബഡ്ജറ്റ് റേഞ്ച് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് MSIയുടെ B550 ഗെയിമിംഗ് പ്ലസ് എന്ന് പറയുന്ന സീരീസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ 4 RAM സ്ലോട്ട്, അത്യാവശ്യം വേണ്ട നല്ലൊരു PCB ഡിസൈന്, പിന്നെ ബോർഡിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇന്ന് വരെ വലിയ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബോർഡാണ്. ഒരു 10-13,000 രൂപ റേഞ്ചിനകത്താണ് ഈ ബോർഡിന്റെ റേറ്റ് വരിക. നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ കേട്ടോ, എക്സാക്ട് റേറ്റ് അറിയണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങുകയും ചെയ്യാം കേട്ടോ, വാങ്ങുകയും ചെയ്യാം, റേറ്റും അറിയാം. പിന്നെ ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ റാം ചോയ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് XPGയുടെ D60G എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിൽ റാമിൻ്റെ എന്താ പറയുക, ഫുൾ ഹീറ്റ് സിങ്കുകളും ലൈറ്റാണ്, ARGB ലൈറ്റ് വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഒരു റാം നമ്മൾ ഇതിൽ കേപ്പബിൾ ആക്കി വെച്ചിരിക്കുന്ന 16ന്റെ 2 സ്റ്റിക്കാണ്. ടോട്ടൽ ഡുവൽ സ്ലോട്ടിൽ നമ്മൾ 32GB 3200 MHz ആണ് ഈ ഒരു റാം ക്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഈ റാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോർമൽ D30 ഉണ്ട്, XPGയുടെ നോർമൽ റാം ഉണ്ട്. അതിനേക്കാളും ഒരു 350 രൂപ വ്യത്യാസമേ ഉള്ളൂ RGB റാമിന്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ചും കൂടെ വെർത്തായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ D60G നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഗൈസ്, സ്റ്റോറേജ് എന്ന് പറയുന്നത് വളരെയധികം കൺസേൺ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില ആൾക്കാർക്ക് അത് വളരെ ഹയർ എൻഡ് ആയിട്ടുള്ള ഒരു മോഡൽ നോക്കുന്നവരുണ്ട്, ചിലർക്ക് ബഡ്ജറ്റ് റേഞ്ച് നോക്കുന്നവരുണ്ട്. പിന്നെ ഈ ഒരു PC ഡെഫിനറ്റ്ലി കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. 6 months കഴിയുമ്പോൾ 5900Xലോട്ടോ അല്ലെങ്കിൽ അടുത്ത വേരിയൻറ്റിലായിട്ടോ മാറ്റാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ SSD കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സാംസങ്ങിൻ്റെ 980 Pro ആണ് ഉപയോഗിക്കുന്നത്. 980 Pro എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് SSD തന്നെയാണ് മാർക്കറ്റിൽ. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രാൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 2000 രൂപയോളം ഡിഫറൻസ് ഇപ്പോൾ ഈ ഒരു SSDക്ക് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് Gen 4 7000 MB/s വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 5 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന റിലയബിൾ SSD ആണ് സാംസങ്. സോ സാംസങ്ങിൻ്റെ SSD ആണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഹാർഡ് ഡിസ്ക് വേണമെന്നുള്ളവർക്ക് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നില്ല. ഗൈസ്, അടുത്തത് കൂളിംഗ് ആണ്. കൂളിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 5800X പോലത്തെ ഒരു അൺലോക്ഡ് പ്രൊസസ്സറെ കൂൾ ചെയ്യാൻ ഒരു 240 mm ലിക്വിഡ് കൂളർ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സാധ്യമാണ്. എന്നിരുന്നാൽ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് കോർസെയറിൻ്റെ H150 RGB എന്ന് പറയുന്നത് 360 mm ലിക്വിഡ് കൂളറാണ്. നിങ്ങൾക്ക് ഇതിൽ അൺലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൂളർ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് കൂളിൻ്റെ LS720യും പ്രിഫർ ചെയ്യാം. പക്ഷേ റേറ്റ് വരുമ്പോൾ നമ്മുടെ ആ ഡീപ് കൂളും കോർസെയറൊക്കെ സെയിം റേറ്റ് ആണ്. അപ്പോൾ ഞാൻ കോർസെയർ സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്ക് ചെയ്യാം. കാർഡ് 4070 Ti ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്ന പവർ സപ്ലൈ കൂളർ മാസ്റ്ററിന്റെ MWE 10050. ഗൈസ്, അടുത്തതായിട്ട് ഗ്രാഫിക്സ് കാർഡ് സൊല്യൂഷൻ. ഗ്രാഫിക്സ് കാർഡ് ആയിട്ട് നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് 40 സീരീസ് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഏക മോഡൽ 4070 Ti ആണ്. ഇനി കാലഘട്ടം കഴിയുമ്പോൾ, ഈ വീഡിയോ നിങ്ങളൊരു 3-4 മാസമൊക്കെ കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി കാണുമ്പോൾ 4060 Tiയും 4060യും പല 40 സീരീസിൻ്റെ തന്നെ ബഡ്ജറ്റ് സെഗ്മെന്റ് കാർഡ്സ് ഇറങ്ങാറുണ്ട്. പക്ഷേ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4070 Ti ഈ കാർഡ് ഞാൻ യൂസ്
യൂസ് ചെയ്യുന്നത് ഇന്നോ 3Dയുടെ ഐച്ചിൽ X3 എന്ന് പറയുന്ന ഒരു മോഡലാണ്. നമ്മുടെ കമ്പാരിറ്റീവ്ലി സൊഡാക്കിനെക്കാളും കുറച്ച് രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ ഇന്നോ 3Dയുടെ കാർഡ്സ്. പക്ഷേ ഉള്ളത് പറയാമല്ലോ, കംപ്ലൈൻറ്റ് റേഷ്യോസ് വളരെ കുറവാണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരു രീതിയിലും പെർഫോമൻസിൽ എന്താ പറയുക മച്ച് ഓഫ് എ ഡിഫറൻസ് ഇല്ലാത്ത ഒരു കാർഡുമാണ് ഇന്നോ 3Dയുടെ. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പ്രിഫർ ചെയ്യാൻ പറ്റിയ ബ്രാൻഡ്സിൽ ഒന്നാണ് ഇന്നോ 3D ഐച്ചിൽ X3. ഈ ഒരു 4070 Ti ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടൊരു ബിൽഡൊക്കെ ആയിക്കൂടെ എന്നുള്ളത്. പക്ഷേ ഞാനിവിടെ നമ്മുടെ ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിൻഡ് ആണ് സത്യം പറഞ്ഞാൽ. കാർഡ് ഇത് വേണം ഇന്ന പ്രിഫറൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ക്യാബിനറ്റിന് ഞാൻ അധികം എന്താ പറയുക ഓവർ എക്സ്പെൻസീവ് ആക്കാൻ പോയിട്ടില്ല. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൂളർ മാസ്റ്ററിൻ്റെ MB520 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു ക്യാബിനറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ടൈപ്പ് സി വരുന്നുണ്ട്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടൈപ്പ് സി ഉള്ള ഈ ഒരു മദർബോർഡും ടൈപ്പ് സി ഉണ്ട്, അതേപോലെ തന്നെ ക്യാബിനറ്റിലും ടൈപ്പ് സി തന്നെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ക്യാബിനറ്റ് ആണ്. 3 ARGB പ്രീ ഇൻസ്റ്റാൾഡ് ഫാൻസും ഈ ഒരു ക്യാബിനറ്റിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഈ ക്യാബിനറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് TD ഫാനും മെഷ് യൂസ് ചെയ്യാൻ കേട്ടോ വേണമെങ്കിൽ. ഇത് അതിന് പകരമായിട്ട് എന്നാൽ റേറ്റും കുറവാണ്. കമ്പാരിറ്റീവ്ലി ഒരു 1000-2000 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് നമ്മുടെ TD ഫാനും മെഷും MB520 തമ്മിൽ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. വലിയ രീതിയിൽ ഉള്ള എന്താ പറയുക ഹീറ്റിങ്ങോ തെർമൽ ത്രോട്ട്ലിങ്ങോ ഒന്നും ഈ ക്യാബിനറ്റിലില്ല. പിന്നെ PC ബിൽഡ് നടക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എസ്തെറ്റിക്സ് നമ്മുടെ കേബിൾ മാനേജ്മെൻറ്റ് സൈഡാണ്. പ്രതീക്ഷ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ബിൽഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പ്രതീക്ഷനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കേബിൾ മാനേജ്മെൻറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു രീതിയിൽ വളരെ പക്കയായിട്ട് തന്നെ. കാരണം ഒരു രീതിയിലും എന്താ പറയുക ഒരു കേബിൾ വൃത്തികേടായിട്ടുള്ള രീതിയിലൊന്നും ഇതിൽ ചെയ്തില്ല. കേബിൾ മോഡ്സോ അല്ലെങ്കിൽ കേബിൾ ബ്രേഡഡ് കേബിൾസോ ഒന്നും യൂസ് ചെയ്തില്ല. സ്റ്റോക്ക് ആയിട്ടുള്ള SMPസിൻ്റെ കൂടെ വരുന്ന കേബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മോഡുലാർ PSU ആയതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആഡ് ഓൺ ചെയ്യാനുള്ള കേബിൾസും ഇതിൻ്റെ കൂടെ വരും. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് അത് സെപ്പറേറ്റ്ലി വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വരുന്ന കിറ്റ് നമ്മൾ സെപ്പറേറ്റ്ലായിട്ട് നമ്മളത് പാക്ക് ചെയ്തായിരിക്കും മാറ്റുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ മാത്രമേ വെക്കുന്നുള്ളൂ. ഇൻ ഫ്യൂച്ചർ നിങ്ങളിപ്പോൾ ആഡ് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്ററോ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഹാർഡ് ഡിസ്ക് ഒക്കെ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെ ഹാർഡ് ഡിസ്ക് വയ്ക്കുകയാണെങ്കിൽ എൻ്റെ സാറ്റ പവർ കേബിൾ നമ്മളിൽ കൊടുത്തിട്ടില്ല. ഇതേപോലത്തെ ബിൽഡ് വരുമ്പോഴത്തേക്ക് അത് യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ കൊടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. PCI കേബിൾ നമുക്ക് അഡീഷണൽ നിങ്ങൾക്കറിയാം 4070 Tiക്ക് കേബിളിന് കുറേ കംപ്ലയിൻസ് വരാറുണ്ട്. പ്രൊപ്രൈറ്ററി കേബിൾ NVIDIA തരുന്നതിൽ കുറേ ബേൺ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ PSU വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബ്രേഡഡ് കേബിൾസ് കിട്ടുന്നുണ്ട്. ആ ബ്രേഡഡ് കേബിൾ വെച്ചിട്ടാണ് നമ്മളിതിൽ പവർ ചെയ്തിരിക്കുന്നത്. 10050 എന്ന് പറയുന്ന ഫ്യൂച്ചർ പ്രൂഫും കൂടെ ആക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല. 850 വാട്ട്സ് വേണമെങ്കിലും ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ PC. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പർപ്പിൾ കളർ ഡിസൈനിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഒരു എക്സോട്ടിക് ലുക്ക് നിന്നും ഞാൻ വാദിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു ബിൽഡ് കിട്ടുന്ന ആൾ, അതായത് നമ്മുടെ ക്ലയൻറ്റ് പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരന് വേണ്ടി ഇതുപോലത്തെ ഒരു ബിൽഡൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് പലരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് കാരണമാണ് നമുക്ക് ഇതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ വീഡിയോസ് ഇനിയും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ക്യാബിന് നല്ലൊരു പേരിടുക കേട്ടോ. ഇതിൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ ഒന്ന് കൂടെ ചെക്ക് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. ഇനി വളരെ എക്സോട്ടിക് ആയിട്ടുള്ള PC ബിൽഡ്സുമായിട്ട് നമ്മൾ ഇനി നമ്മുടെ ചാനലിലൂടെ നമുക്ക് കാണാവുന്നതാണ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് സൈനിങ്.